إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله وأمينه على وحيه ما ترك خيرا إلا دل الأمة عليه ولا شرا إلا حذرها منه وصلوات الله وسلامه وبركاته عليه وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ അവൻ തൃപ്തിപ്പെട്ട ഈ മഹത്തായ ദീനിന്റെ മേന്മതകളിൽ മഹാത്മ്യങ്ങളിൽ പെട്ടതാണ് മനുഷ്യന്റെ ജീവിതം ഏതേത് മേഖലകളിലൂടെ കടന്നു പോകുന്നുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ഉസൂലുകൾ, ചില അടിസ്ഥാനങ്ങൾ നമുക്ക് നിയമമാക്കി നൽകിയിട്ടുണ്ട്. ഏതെല്ലാം മേഖലകൾ മനുഷ്യന്റെ ജീവിതം എത്തിപ്പെടുന്നുണ്ടോ അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും കൽപ്പനകളും നമുക്ക് നൽകിയിട്ടുണ്ട്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻ അദ്ദേഹത്തിനോട് ചില മുശ്രിക്കീങ്ങൾ ചോദിക്കുകയുണ്ടായി, മാ ബാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ലഖദ് അല്ലമക്കും നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ കുല്ല ഷൈ, നിങ്ങളുടെ നബി നിങ്ങൾക്കെല്ലാതും പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ഹത്തൽ ഖിറാഅ, മലമൂത്ര വിസർജനത്തിന്റെ മര്യാദകൾ പോലും അദ്ദേഹം നിങ്ങൾക്ക് പഠിപ്പിച്ചു നൽകിയിരിക്കുന്നു. അബൂ ദർറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, വമാ തറകനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയത്, വമാ ത്വാഇരിൻ യുഖല്ലിബു ജനാഹൈഹി ബിസ്സമാ, ആകാശത്തിൽ തന്റെ ചിറകുകൾ ഇട്ടടിക്കുന്ന പക്ഷി പോലുമില്ല, ഇല്ലാ വഖദ് അല്ലമനാ മിൻഹു ഇൽമാ, അതിൽ നിന്ന് നമുക്ക് ഇൽമു പഠിപ്പിച്ചു നൽകി, അതിൽ നമുക്ക് ഇൽമു പകർന്നു നൽകിയിട്ടല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടേച്ചു പോയിട്ടില്ല. അത്തരത്തിൽ സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കാത്ത, പലപ്പോഴും അവൻ അത്യാവശ്യമായി വരുന്ന കാര്യമാണ് യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. അതെ, വ്യത്യസ്ത ഇനങ്ങളായ യാത്രകളുണ്ട്, വ്യത്യസ്ത ഉദ്ദേശങ്ങൾക്കായി നാം യാത്രകൾ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാമിൽ യാത്രകളുടെ വിധികൾ 5 എണ്ണമാണ്. എപ്രകാരമാണോ യാത്രകളുടെ ഉദ്ദേശങ്ങൾ മാറുന്നത് അപ്രകാരം യാത്രകളുടെ വിധിയും ദീനുൽ ഇസ്ലാമിൽ മാറുന്നതാണ്. വാജിബായ യാത്രയുണ്ട്, വാജിബായ ഉംറക്ക്, നിർബന്ധമായ ഹജ്ജിന് വേണ്ടി നാം പുറപ്പെടുന്ന യാത്ര അത് വാജിബാണ്, നിർബന്ധമാണ്. സുന്നത്തായ യാത്രയുണ്ട്, ഇൽമ് കരസ്ഥമാക്കുവാൻ വേണ്ടി നാം നടത്തുന്ന യാത്ര അത് സുന്നത്താണ്. അതുപോലെ തന്നെ മുബാഹായ യാത്രയുണ്ട്, കച്ചവടത്തിന് വേണ്ടിയുള്ള യാത്ര, വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര, ഇതെല്ലാം മുബാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു നൽകിയ യാത്രയാണ്. അതുപോലെ തന്നെ മക്രൂഹായ യാത്രയുണ്ട്, പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത യാത്രയുണ്ട്, നമ്മെ അല്ലാഹുവിന്റെ ദീനിനെ തൊട്ട് തെറ്റിക്കുന്ന, സുന്നത്തായ അമലുകളെ തൊട്ട് തെറ്റിക്കുന്ന എന്തെല്ലാം യാത്രയുണ്ടോ അതെല്ലാം മക്രൂഹാണ്. ഹറാമായ യാത്രയുണ്ട്, മാസിയത്തുകൾക്ക് വേണ്ടിയുള്ള യാത്ര, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയുള്ള യാത്ര, ഏതേത് ദർഗകളായാലും ഏതേത് മഖ്ബറകളായാലും അവിടേക്കുള്ള യാത്ര ഹറാമാണ്, പാടില്ലാത്തതാണ്. പാപങ്ങൾക്ക് വേണ്ടിയുള്ള യാത്ര, വ്യഭിചരിക്കാൻ, മദ്യത്തിനു വേണ്ടി, ലഹരിക്ക് വേണ്ടി ഹറാമായ യാത്രയാണ്. ഇത്തരത്തിൽ യാത്രകളുടെ ഇനങ്ങൾ ദീനുൽ ഇസ്ലാമിൽ 5 എണ്ണമാണ്. സഹോദരങ്ങളെ, ഓരോ യാത്രക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് ചില ആദാബുകൾ, ചില മര്യാദകൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അത് പഠിക്കുവാനും
അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ മര്യാദ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ഖൈറിനെ തേടുക, ഇസ്തിഖാറത്ത് നടത്തുക. അത് യാത്രയിൽ മാത്രം പ്രത്യേകമായിട്ടുള്ളതല്ല, അതെല്ലാത്തിനും വേണ്ടതാണ്. പക്ഷെ ഉലമാക്കൾ പണ്ഡിതന്മാർ യാത്രയുടെ മര്യാദകൾ പഠിപ്പിക്കവേ ഇതുകൂടി പറഞ്ഞതായി കാണാം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനാ അൽ-ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവിധ കാര്യങ്ങളിലും അല്ലാഹുവോട് ഖൈറിനെ തേടാൻ നമ്മെ പഠിപ്പിക്കുമായിരുന്നു. കസൂറത്തി മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എപ്രകാരം ഒരു സൂറത്ത് നമ്മെ പഠിപ്പിക്കുമായിരുന്നു അപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ ഓരോ കാര്യങ്ങളിലും അല്ലാഹുവോട് ഖൈറിനെ തേടാൻ നമ്മോട് പറയുമായിരുന്നു. ഇദാ ഹമ്മ ബിൽ അംർ, ഏതെങ്കിലും കാര്യം ചെയ്യാൻ അവൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫൽയർകഅ റകഅതൈൻ, അവൻ 2 റകഅത്ത് നിസ്കരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പ്രാർത്ഥന, ഇസ്തിഖാറത്തിന്റെ ദുആ അവൻ നടത്തുകയും ചെയ്യട്ടെ. സഹോദരങ്ങളെ, യാത്രയിൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാൻ, യാത്ര എളുപ്പമാക്കി നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ഖൈറായ യാത്രയാണെങ്കിൽ അത് നമുക്ക് എളുപ്പമാക്കി നൽകാൻ, ഷർറായ നമുക്ക് ഖൈറില്ലാത്ത യാത്രയാണെങ്കിൽ ആ യാത്രയിൽ നിന്ന് നമ്മെ തട്ടിക്കളയാനും വേണ്ടിയുള്ള ദുആ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം നടത്തുന്നത്. ദീനുൽ ഇസ്ലാമിൽ ഇതാണുള്ളത്. അതല്ലാതെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശകുനം, ഇന്ന ദിവസത്തെ യാത്ര ചെയ്യാൻ പാടില്ല എന്നത് ദീനുൽ ഇസ്ലാമിന് പരിചയമില്ലാത്ത കാര്യമാണ്. നീ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അതിലുള്ള ഖൈറിനെ കുറിച്ച് ചോദിക്കുക. രണ്ടാമത്തെ മര്യാദ സഹോദരങ്ങളെ, കുടുംബക്കാരോടും പ്രിയപ്പെട്ടവരോടും യാത്ര പറയുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, വദ്ദഅനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് യാത്ര പറഞ്ഞുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, അസ്തൗദിഉകല്ലാഹ്, നിന്നെ ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ വദിഅത്ത് എന്താണെന്ന് അറിയണം. എന്താണ് വദിഅത്ത്? നാം യാത്ര പോകുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടാകുന്ന സ്വത്ത് അത് സംരക്ഷിക്കാൻ വേണ്ടി നാം മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ആ സ്വത്തിന് പറയുന്ന പേരാണ് വദിഅത്ത്. എന്താ പ്രാർത്ഥിക്കുന്നത്? അസ്തൗദിഉകല്ലാഹ്, ഞാൻ വദിഅത്തായി നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്നിട്ടും അല്ലദീ ലാ തദീഉ വദാഇഉ, അല്ലാഹുവിൽ ഏൽപ്പിക്കപ്പെട്ട വദിഅത്തുകൾ, വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതൊരിക്കലും പാഴായി പോവുകയില്ല. സഹോദരങ്ങളെ, യാത്ര ചെയ്യുന്നവരെ, കുടുംബത്തെയും സമ്പത്തിനെയും നാട്ടിൽ ബാക്കിയാക്കിക്കൊണ്ട് യാത്ര ചെയ്യുന്നവരെ, ഇത് പറഞ്ഞിറങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്ന സമാധാനം എത്രയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നാം യാത്ര ചെയ്യേണ്ടത്. യാത്ര ചെയ്യുന്ന ആളുകൾ അവരെ യാത്ര അയക്കുമ്പോൾ കുടുംബക്കാർ പറയേണ്ട പ്രാർത്ഥനയുമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, كان رسول الله صلى الله عليه وسلم إذا ودع رجلا, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യക്തിയെ യാത്ര അയക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അഖദ ബിയദിഹി, ആ വ്യക്തിയുടെ കൈ പിടിക്കുമായിരുന്നു. ഫലാ യദഉഹാ ഹത്താ യകൂന الرجل هو يدعو يد النبي صلى الله عليه وسلم. അല്ലാഹുവിന്റെ റസൂൽ അവന്റെ കൈ പിടിച്ചുകൊണ്ടേയിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ആ കൈ ആദ്യമായി വിടുന്നത് ഈ വ്യക്തിയായിരിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയും, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ആഖിറ അമലിക, മറ്റൊരു റിവായത്തിൽ വ ഖവാതിമ അമലിക, ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുന്നു, വദിഅത്തായി ഏൽപ്പിക്കുന്നു നിന്റെ ദീനിനെ, നിന്റെ ഇടപാടുകളെ, അതുപോലെ തന്നെ നിന്റെ അവസാനത്തെ കർമ്മങ്ങളെയും വദിഅത്തായിക്കൊണ്ട് ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഏൽപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇതും നാം പ്രാവർത്തികമാക്കേണ്ടുന്ന സുന്നത്താണ്. മൂന്നാമത്തെ മര്യാദ, യാത്ര തുടങ്ങിക്കഴിഞ്ഞാലുള്ള ദുആ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നാം ചോദിക്കുന്ന ചോദ്യം അതിപ്രകാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബാക്കൾ പറയുന്നു, ഇദസ്തവാ അലാ ബഈർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വാഹനത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ കബ്ബറ ജനാസ, 3 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്ന് പറയും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കും, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ, ഇത് നമുക്ക് വിധേയമാക്കി തന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ പരിശുദ്ധനാകുന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, ഈ വാഹനത്തെ നമുക്ക് വിധേയമാക്കുവാൻ സാധിക്കുമായിരുന്നില്ല. വ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ, നാം ആകട്ടെ അല്ലാഹുവിലേക്ക് മടക്കപ്പെടേണ്ടവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ, ഈ യാത്രയിൽ നാം നിന്നോട് ചോദിക്കുന്നു,
അൽ ബിർറ വത്തഖ്വ, അമലുകൾ ചെയ്യുവാനും അതുപോലെ തന്നെ മഅസിയത്തുകളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നിന്റെ സഹായത്തെ ചോദിക്കുന്നു. വമിനൽ അമലി മാ തർദാ, നിനക്ക് തൃപ്തിപ്പെടുന്ന അമലുകൾ ചെയ്യാനും നാം നിന്നോട് ചോദിക്കുന്നു. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, അല്ലാഹുവേ ഈ യാത്ര നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി നൽകണമേ. വത്വി അന്നാ ബുഅദ, ഇതിന്റെ ദൈർഘ്യം നീ കുറച്ച് നൽകണമേ. അല്ലാഹുമ്മ അൻത സാഹിബു ബിസ്സഫർ, അല്ലാഹുവേ യാത്രയിലെ കൂട്ടുകാരൻ നീയാണ്. പ്രയാസമുണ്ടായാൽ എളുപ്പം നൽകേണ്ടവൻ നീയാണ്. യാത്രയിലെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിവ് നൽകേണ്ടവൻ നീയാണ്. വൽ ഖലീഫതു ഫിൽ അഹ്ൽ, എനിക്ക് ശേഷം ഞാൻ എന്റെ കുടുംബത്തിൽ പകരക്കാരനാക്കുന്ന നിന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പകരക്കാരനാക്കിയ ഒരു മുഅ്മിൻ മറ്റെന്താണ് ഭയക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅസാഇസ് സഫർ വകആബതിൽ മൻദർ, അല്ലാഹുവേ യാത്രയിൽ ഞാൻ നേരിടേണ്ടി വരുന്ന ക്ലേശങ്ങളെ തൊട്ട് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. വകആബതിൽ മൻദർ, മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാഴ്ചകളെ തൊട്ടും. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, എന്റെ സമ്പത്തിലും കുടുംബത്തിലും വിഷമകരമായ അവസാനമുണ്ടാകുന്നതിനെ തൊട്ടും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നാലാമത്തെ മര്യാദ സഹോദരങ്ങളെ, ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യാത്രയിൽ ആലോചിക്കുക. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്ന ഇദാ സഅidna കബ്ബർനാ, ഉയർന്ന പ്രദേശത്തേക്ക് നാം പ്രവേശിക്കുമ്പോൾ കബ്ബർനാ, നാം അല്ലാഹു അക്ബർ എന്ന് പറയുമായിരുന്നു. അതെ, എത്ര ഉയർന്നാലും അല്ലാഹുവിന്റെ അത്ര ഉയരാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണത്. വഇദാ നസൽനാ, താഴ്ന്ന പ്രവേശത്തേക്ക് പ്രവേശിക്കുമ്പോൾ സബ്ബഹ്നാ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് താഴ്ചയില്ല, അവൻ അലിയാണ്, അവൻ ഉലൂഹിലാണ്, അവൻ ഉപരിയിലാണ്, എല്ലാത്തിന്റെയും മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും സുന്നത്തായ നിസ്കാരങ്ങൾ തങ്ങളുടെ വാഹനത്തിന്റെ മുകളിൽ നിന്ന് നിസ്കരിക്കുമായിരുന്നു. അപ്രകാരവും നമുക്ക് യാത്രയെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടുന്ന ദുആ ആണ്, ഉത്തരം നൽകപ്പെടുന്ന ദുആ ആണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാതിൻ മുസ്തജാബാത്, 3 ദുആകൾ അത് ഉത്തരം നൽകപ്പെടുന്ന ദുആകളാണ്. ലാ ശക്ക ഫീഹിന്ന, അതിലൊരു സംശയം വേണ്ടതില്ല. ദഅവത്തുൽ മദ്ലൂം, ഒന്നാമത്തേത് ആക്രമിക്കപ്പെട്ടവന്റെ ദുആ ആണ്. വദഅവത്തുൽ വാലിദ്, രണ്ടാമത്തേത് പിതാവിന്റെ ദുആ ആണ്. വദഅവത്തുൽ മുസാഫിർ, മൂന്നാമത്തേത് യാത്രക്കാരന്റെ ദുആ ആണ്. സഹോദരങ്ങളെ, യാത്ര ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ഒരുപാട് ഒഴിവു സമയങ്ങൾ ലഭിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുക. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ആവശ്യങ്ങൾ ധാരാളമാണ്. അതാകട്ടെ നിരത്തി വെക്കാനുള്ളത് റബ്ബിന്റെ മുന്നിൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് യാത്രയിൽ നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യാത്ര കഴിഞ്ഞാൽ, യാത്രയിലുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ എത്രയും വേഗം കുടുംബത്തിലേക്ക് തിരിച്ച് എത്തുക എന്നുള്ളതും സുന്നത്തായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അസാബ്, യാത്ര എന്ന് പറയുന്നത് ശിക്ഷയിൽ നിന്നുള്ളൊരു ഭാഗമാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിദ്ർ അലൈഹി സ്വലാമിനെ കാണാൻ പോയപ്പോൾ ആ ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസബാ, യാത്രയിൽ നാം ക്ഷീണം നമുക്ക് ബാധിച്ചിരിക്കുന്നു. യാത്രയിൽ ക്ഷീണമുണ്ടാകും. എത്ര സുഖ സൗകര്യങ്ങളുള്ള വാഹനത്തിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലും 1% ക്ഷീണം നാം അനുഭവിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അസ്സഫറു ഖിത്അത്തുൻ മിനൽ അസാബ് യംനഉ അഹദകും തആമഹു വശറാബഹു വനൗമഹു, യാത്ര ഒരുവന്റെ ഭക്ഷണത്തിൽ നിന്നും പാനീയത്തിൽ നിന്നും ഉറക്കത്തിൽ നിന്നും അവനെ തടയും. ഫഇദാ ഖദാ നഹ്മതഹു, അവനവന്റെ ആവശ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഫൽയുഅജ്ജിൽ ഇലാ അഹ്ലി, അവനവന്റെ കുടുംബത്തിലേക്ക് എത്രയും പെട്ടെന്ന് മടങ്ങട്ടെ. സഹോദരങ്ങളെ, കുടുംബത്തിലേക്ക് മടങ്ങുമ്പോൾ അവരെ അറിയിക്കേണ്ടതുണ്ട്. അറിയിക്കാതെ പൊടുന്നനെ വരിക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യമാണ്. അതുപോലെ തന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ അടുത്തുള്ള പള്ളിയിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുക എന്നുള്ളതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെട്ടതാണ്. ഇപ്രകാരമുള്ള സുന്നത്തുകൾ പഠിക്കുക, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ആളുകൾ സുന്നത്തുകളെ മറന്നിരിക്കുന്നു, ആളുകൾ സുന്നത്തുകളെ വെടിഞ്ഞിരിക്കുന്നു. സുന്നത്താണല്ലോ എന്ന് പറഞ്ഞ് പലതും ഒഴിവാക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ, സുന്നത്തുകളെ പഠിക്കുക, ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആ അറിവിനനുസരിച്ച് പ്രവർത്തിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله عباد الله സഹോദരങ്ങളെ, വാഹനത്തിൽ കയറിയുള്ള പ്രാർത്ഥനയിൽ അതിൻ്റെ അവസാനത്തെ ഭാഗം, യാത്ര തുടങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയിൽ അതിൻ്റെ ആദ്യത്തിലുള്ള ഒരു ഭാഗം ഇപ്രകാരമാണ്: ഫഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, നാം നമ്മുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. എന്തുകൊണ്ടും ആ ഒരു സന്ദർഭം മടക്കയാത്രയെക്കുറിച്ച് ആലോചിക്കാൻ അർഹതപ്പെട്ട സന്ദർഭമാണ്. ഒരു മുഅ്മിൻ അവനവന്റെ യാത്ര തുടങ്ങുമ്പോൾ അവന്റെ അവസാനത്തെ യാത്രയെക്കുറിച്ച് അവൻ ചിന്തിക്കും. എങ്ങനെയാണ് അവന് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു: ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമയെ ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പിടികൂടണം, അവന്റെ റൂഹിനെ പിടികൂടണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ജഅല ലഹു ബിഹാ ഹാജ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥലത്ത് അവനൊരു ആവശ്യമുണ്ടാക്കുന്നതാണ്. അങ്ങനെ അവിടേക്ക് അവൻ വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് അവന്റെ റൂഹിനെ പിടിക്കും. ഒരു മുഅ്മിൻ അവന്റെ യാത്രയെ സംബന്ധിച്ച് ആലോചിക്കും, ഇതാകുമോ എന്റെ അവസാനത്തെ യാത്ര? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ മരണത്തെ ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്കാണോ ഞാൻ പോകുന്നത്? റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്, ഭൂമിയുടെ ഏത് കോണിൽ വെച്ചാണ് എന്നിലേക്ക് എന്റെ മരണം വന്നെത്തുക എന്നൊരു നഫ്സിനും അറിയാവുന്നതല്ല. അതേ സഹോദരങ്ങളെ, കടലിന്റെ ആഴങ്ങളിലായാലും ആകാശത്തിലെ മേഘത്തിന്റെ ഇടയിലായിരുന്നാലും ആരോരുമില്ലാത്ത മരുഭൂമിയുടെ മണൽ തരികൾക്ക് മുകളിലായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അവിടെയാണോ നീ അവിടേക്ക് ചെന്നെത്തും. സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡക്കെട്ടുകളുമായി ആകാശത്തേക്ക് പറന്നുയർന്നവർ അവർ അറിഞ്ഞിരുന്നില്ല ഇനി വരാനുള്ളത് അവരുടെ റൂഹുകളാണ് രക്ഷിതാവിന്റെ അടുക്കിലേക്കെന്ന്. അതുകൊണ്ട് തന്നെ പല ഉലമാക്കളും യാത്രയുടെ മര്യാദകൾ പറയുന്ന സന്ദർഭത്തിൽ പറഞ്ഞതാണ്, യാത്രക്ക് മുന്നേ തൗബ പുതുക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപങ്ങൾ ഏറ്റുപറയുക, പശ്ചാത്താപിച്ച് മടങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെ ആർക്കെല്ലാം എന്തെല്ലാം ഹക്കുകൾ കൊടുത്തു വീട്ടാനുണ്ടോ അതെല്ലാം കൊടുത്തു വിട്ടുക. ഇനി ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ കുടുംബത്തിലേക്കും വീട്ടിലേക്കും നാട്ടിലേക്കും തിരിച്ച് വരുമോ എന്ന് പ്രതീക്ഷിക്കാതെയാണ് ഓരോ മുഅ്മിനും യാത്ര ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരുടെയും അന്ത്യം ഏറ്റവും നല്ല രൂപത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ അവസാനത്തെ കലിമത്ത്, അവസാനത്തെ വാക്യം റബ്ബിന്റെ തൗഹീദിന്റെ വാക്യമാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് മുന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങിയവർ, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിപ്പിക്കുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. وصلى الله وسلم على نبينا محمد، وسبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.